ഹായ് സ്റ്റുഡൻസ്, വെൽക്കം. ഇനി നമ്മൾ നോക്കുന്നത് +1 ഇംഗ്ലീഷിലെ ചാപ്റ്റേഴ്സ് ആയിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. നമുക്ക് റൈറ്ററെ കുറിച്ച് നോക്കാം. ലിയാം ഒ ഫ്ലഹർട്ടി 1896-1984 വാസ് ആൻ ഐറിഷ് നോവലിസ്റ്റ് ആൻഡ് ഷോർട്ട് സ്റ്റോറി റൈറ്റർ. അദ്ദേഹം ഐറിഷ് നോവലിസ്റ്റ് ആണ്, ഷോർട്ട് സ്റ്റോറി റൈറ്ററാണ്. ഹിസ് വർക്ക്സ് ആർ നോട്ടഡ് ഫോർ ദെയർ സൈക്കോളജിക്കൽ ഇൻസൈറ്റ് ഇൻ ടു ലൈഫ് പ്രോബ്ലംസ് ആൻഡ് ദ വേസ് ഓഫ് ഓവർകമ്മിങ് ദം. അദ്ദേഹത്തിന്റെ വർക്കുകളിൽ കൂടുതലും അദ്ദേഹം ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന എന്തൊക്കെയാ കാര്യങ്ങളാ? ലൈഫിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അതെങ്ങനെ സോൾവ് ചെയ്യാമെന്നുള്ള വഴികളുമാണ്. ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് റിലേറ്റഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഡിപെൻഡൻസ് ആൻഡ് എ സെൽഫ് കോൺഫിഡൻസ്. അപ്പോൾ ഈ ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വർക്കിൽ അദ്ദേഹം ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഡിപെൻഡൻസിനെയും സെൽഫ് കോൺഫിഡൻസിനെയും കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. ആസ് വെൽ ആസ് ദ നീഡ് ടു റിമൈൻ ഇൻവോൾവ്ഡ് ഇൻ ഫാമിലി ലൈഫ്. ഫാമിലി ലൈഫ് ബാക്ക്ഗ്രൗണ്ട് ചെയ്തുകൊണ്ടാണ് ഇതൊക്കെ അദ്ദേഹം പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ത്രൂ ദ സ്റ്റോറി ഓഫ് ദ ബേർഡ് ദ റൈറ്റർ കൺവേ ദ ഇമ്പോർട്ടൻസ് ഓഫ് സെൽഫ് എസ്റ്റീം ആൻഡ് സെൽഫ് റിയലൻസ്. അപ്പോൾ ഒരു പക്ഷിയിലൂടെ അദ്ദേഹം ജനങ്ങളിലേക്ക് എന്താ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? സെൽഫ് എസ്റ്റീമും സെൽഫ് റിയലൻസും. ഓക്കെ, ഇനി നമുക്ക് സ്റ്റോറി എന്താണെന്ന് നോക്കാം. ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. ദ യങ് സീഗൾ വാസ് എലോൺ ഓൺ ഹിസ് ലെഡ്ജ്. സീഗൾ എന്ന് വെച്ചാൽ കടൽക്കാക്ക, ലെഡ്ജ് എന്ന് വെച്ചാൽ പാറക്കെട്ട്. ഒരു പാറക്കെട്ടിന്റെ അറ്റത്ത് ഒരു സീഗൾ ഒറ്റയ്ക്ക് ഇരിക്കുകയായിരുന്നു. ഹിസ് ടു ബ്രദേഴ്സ് ആൻഡ് ഹിസ് സിസ്റ്റേഴ്സ് ഹാസ് ഓൾറെഡി ഫ്ലോൺ എവേ ദ ഡേ ബിഫോർ. അപ്പോൾ ഒരു ദിവസം മുന്നേ തന്നെ കൂടെ ഉണ്ടായിരുന്ന ബ്രദേഴ്സും സിസ്റ്റേഴ്സും എല്ലാം അവിടെ നിന്ന് പറന്നുപോയി. He had been afraid to fly with them. അവരോടൊപ്പം പറക്കാൻ നമ്മുടെ ഈ സീഗളിന് പേടിയായിരുന്നു. Somehow, when he had taken a little run forward to the brink of the ledge and attempted to flap his wings, he became afraid. Somehow എന്ന് വെച്ചാൽ എങ്ങനെയൊക്കെയോ. Little run forward എന്ന് പറഞ്ഞാൽ കുറച്ച് മുന്നിലേക്ക് പോവുക. അപ്പോൾ നമ്മുടെ ഈ പാറക്കെട്ടിന്റെ അറ്റത്തേക്ക് നമ്മുടെ സീഗൽ പോയി. പക്ഷേ എന്താ, പേടി കാരണം പറക്കാനോ ഒന്നും അവിടുന്ന് രക്ഷപ്പെടാനോ ഒന്നും കഴിഞ്ഞിരുന്നില്ല. ചിറകിട്ടടിക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. ദ ഗ്രേറ്റ് എക്സ്പെൻസ് ഓഫ് സീ സ്ട്രെച്ച്ഡ് ഡൗൺ ബെനീത്ത് ആൻഡ് ഇറ്റ് വാസ് സച്ച് എ ലോങ് വേ ഡൗൺ, മൈൽസ് ഡൗൺ. എക്സ്പാൻസ് എന്ന് വെച്ചാൽ വിസ്തൃതി. അപ്പോൾ ഇനി പറയുന്നതെന്ന് വെച്ചാൽ ആ കടല് എന്തുമാത്രം വലുതാണ്, ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു കടലിന്റെ അടുത്ത് മണ്ടേ കൂടെ പറന്നു പോവാൻ നമ്മുടെ സീഗലിന് പേടിയായിപ്പോയി. He felt certain that his wings would never support him. അപ്പോൾ എന്താ, പേടി മാത്രമല്ല, സീഗലിന്റെ ചിറക് ഇതിന് പറക്കാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യത്തില്ല എന്നൊരു തോന്നലും കൂടി ഉണ്ടായി. So he bent his head and ran away back to the little hole under the ledge where he slept at night. അങ്ങനെ എന്താ, സീഗല് തല താഴ്ത്തിക്കൊണ്ട് ഇത്രയും ദിവസം ആ എഡ്ജിന്റെ താഴെ ഒരു ഹോളിലാണ് ഉറങ്ങിയിരുന്നത്, അവിടേക്ക് മടങ്ങിപ്പോയി. Even when each of his brothers and his little sister, whose wings were far shorter than his own, ran to bring flap their wings and flew away. അപ്പോൾ എന്താ, നമ്മുടെ ഈ യങ് സീഗലിനെ കാട്ടിലും ചെറുതാണ് ബ്രദേഴ്സും ലിറ്റിൽ സിസ്റ്ററും. അവരുടെ വിങ്സ് ഒക്കെ ചെറുതാണ്. എന്നിരുന്നാൽ കൂടിയും അവര് ഇവിടെ നിന്ന് ധൈര്യപൂർവ്വം പറന്നുപോയി. He failed to muster up courage to take that plunge which appeared to him so desperate. Muster up എന്ന് വെച്ചാൽ സംഭരിക്കുക, പ്ലഞ്ച് എന്ന് വെച്ചാൽ മുന്നോട്ട് ചാടുക. അപ്പോൾ മുന്നോട്ട് ചാടാൻ നമ്മുടെ യങ് സീഗള് ധൈര്യം സംഭരിച്ചു, പക്ഷെ ഒന്നും നടന്നില്ല. His father and mother had come around calling to him shrilly. shrilly എന്ന് വെച്ചാൽ പരുക്കനായ ശബ്ദത്തിൽ. അപ്പോൾ നമ്മുടെ യങ് സീഗലിന്റെ അച്ഛനും അമ്മയും സംസാരിക്കുകയാണ്, പരുക്കനായ ഉച്ചത്തില് യങ് സീഗലിനോട് സംസാരിക്കുന്നു. സ്കോൾഡിംഗ് ഹിം, ത്രെട്ടനിങ് ടു ലെറ്റ് ഹിം സ്റ്റാർ ഓൺ ഹിസ് ലെഡ്ജ് അൺലെസ് ഹി ഫ്ലൂ എവേ. അപ്പൊ എന്താ സംസാരിക്കുന്നത്, ഏത് സ്വരത്തിലാണ് സംസാരിക്കുന്നത്? വഴക്ക് പറയുന്നു, മാത്രമല്ല ഭീഷണിപ്പെടുത്തുന്നുമുണ്ട്. എന്താ പറയുന്നത്? നീ ഇവിടെ നിന്ന് പറന്നു പോയില്ല എന്നുണ്ടെങ്കിൽ നീ ഇവിടെ പട്ടിണി കിടന്ന് മരിക്കത്തേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. But for the life of him he could not move. ഇവിടെ but for the life of him എന്ന് പറയുന്നത് എത്ര ശ്രമിച്ചിട്ടും എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ എത്ര ശ്രമിച്ചിട്ടും നമ്മുടെ യങ് സീഗലിന് അവിടെ നിന്ന് പറന്നു പോകാൻ കഴിഞ്ഞിരുന്നില്ല.
ദാറ്റ് വാസ് 24 hours ago. 24 മണിക്കൂറിന് മുന്നെയാണ് ഇതെല്ലാം സംഭവിച്ചത്. സിൻസ് ദെൻ നോബഡി ഹാഡ് കം നിയർ ഹിം. അതിനുശേഷം ഇങ്ങോട്ടേക്ക് ആരും വന്നിട്ടില്ല. ദ ഡേ ബിഫോർ ഓൾ ഡേ ലോങ് ഹി ഹാഡ് വാച്ച്ഡ് ഹിസ് പാരൻസ് ഫ്ലൈയിങ് അബൌട്ട് വിത്ത് ഹിസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. അപ്പോൾ തലേ ദിവസം നമ്മുടെ യങ് സീകൾ കണ്ട കാഴ്ച എന്താ? പേരൻസും ബ്രദേഴ്സും സിസ്റ്ററും എല്ലാം കൂടെ അവിടെ വട്ടമിട്ട് പറക്കുന്നുണ്ടായിരുന്നു. Perfecting them in the art of flight, teaching them how to skim the waves and how to dive for fish. പേരൻസ് എന്താ മറ്റു മക്കളെ പഠിപ്പിക്കുന്നത്? എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ഫ്ലൈ ചെയ്യാമെന്ന് പഠിപ്പിക്കുന്നുണ്ട്. സ്കിം ദ വേവ്സ്, തിരമാലയിൽ എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ഫ്ലൈ ചെയ്യാമെന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഹൗ ടു ഡൈവ് ഫോർ ഫിഷ്, എന്താ പെർഫെക്റ്റ് ആയിട്ട് ഫിഷിനെ എങ്ങനെ ഡൈവ് ചെയ്ത് പിടിക്കാം എന്നൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. He had in fact seen his older brother catch his first herring and devour it. Herring എന്ന് വെച്ചാൽ ഫിഷാണ്, മത്തി അല്ലെങ്കിൽ ചാള. ഡിവോർ എന്ന് വെച്ചാൽ ആർത്തിയോടെ കഴിക്കുക. അപ്പോൾ എന്താ, തൻ്റെ സഹോദരൻ ആദ്യമായിട്ട് ഒരു ഫിഷിനെ കിട്ടി, അത് ആർത്തിയോടെ കഴിക്കുന്നതും നമ്മുടെ യങ് സീകൾ കാണുകയുണ്ടായി. While his parents circled around raising a proud crackle. ക്രാക്കിൾ എന്ന് വെച്ചാൽ ബേർഡ്സിന്റെ സൗണ്ടാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് ആ പേരൻസിന് സന്തോഷം കൊണ്ട്, അല്ലെങ്കിൽ അതൊരു പ്രൗഡ് അഭിമാന നിമിഷമാണെന്ന് തോന്നി. അങ്ങനെ സന്തോഷത്തോടെ അവരെന്താ ആ സൗണ്ടൊക്കെ ഉണ്ടാക്കി വട്ടം പറക്കാൻ തുടങ്ങി. ആൻഡ് ഓൾ ദ മോർണിംഗ് ദ ഹോൾ. അപ്പോൾ ഇനി നമ്മൾ മോർണിംഗിനെ പറ്റിയാണ് പറയുന്നത്. And the whole family had walked about on the big plateau midway down the opposite cliff, laughing at his cowardice. പ്ലേറ്റ്യൂ എന്ന് വെച്ചാൽ ഉയർന്നു നിൽക്കുന്ന സ്ഥലത്തെ പരന്ന പ്രതലം. അപ്പോൾ തൊട്ട് അപ്പുറത്തുള്ള ക്ലിഫിൽ നമ്മുടെ ബാക്കി ഫാമിലി മെമ്പേഴ്സ് എല്ലാം ഇരുന്നുകൊണ്ട് ഇവന്റെ ഈ നിസ്സഹായ അവസ്ഥയെ കളിയാക്കി ചിരിക്കുകയായിരുന്നു. ദ സൺ വാസ് നൗ അസെൻഡിങ് ദ സ്കൈ. അസെൻഡിങ് എന്ന് വെച്ചാൽ ഉയരുക. അപ്പം സൂര്യൻ ഉദിക്കുന്ന സമയം, രാവിലത്തെ സമയമാണ്. ബ്ലേസിംഗ് വാംലി ഓൺ ഹിസ് ലെഡ്ജ് ദാറ്റ് ഫേസ്ഡ് ദ സൗത്ത്. സൗത്തിലേക്ക് സൂര്യന്റെ ചൂടോടുകൂടിയ പ്രകാശം പരക്കുന്നുണ്ട്. He felt that heat because he had not eaten since the previous nightfall. അപ്പോൾ ആ ചൂടോടുകൂടിയ പ്രകാശം നമ്മുടെ സീകളിലേക്കും എത്തുന്നുണ്ട്. ആ സമയം എന്താ, ഇങ്ങനെ ചൂട് കൂടുന്നതിന് കാരണം എന്താണെന്ന് പറയുന്നതെന്ന് വെച്ചാൽ ഇന്നലെ രാത്രിയിൽ ഫുഡൊന്നും കഴിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ചൂട് പെട്ടെന്ന് അടിച്ചതെന്ന് പറയുന്നു. He had found a dried piece of mackerel's tail. മക്കറൈൽസ് എന്ന് വെച്ചാൽ അയല. അറ്റ് ദ ഫോർ എൻഡ് ഓഫ് ഹിസ് എഡ്ജ്. ആ എന്താ പാറക്കെട്ടിന്റെ അവസാനത്ത് ഒരു അയലയുടെ, ഉണങ്ങിയ അയലയുടെ തല, വാല് കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു. നൗ ദെയർ വാസ് നോട്ട് എ സിംഗിൾ സ്ക്രാപ്പ് ഓഫ് ഫുഡ് ലെഫ്റ്റ്. ഇപ്പോൾ അതുപോലും അവിടെ കാണാനില്ല. He had searched every inch, rooting among the rough, dirt-caked straw nest where he and his brothers and sisters had been hatched. അപ്പോൾ എന്താ, അവിടെ മൊത്തം ഫുഡിന് വേണ്ടി നമ്മുടെ സീകള് സെർച്ച് ചെയ്യാൻ തുടങ്ങി. അവര് താമസിച്ചുകൊണ്ടിരുന്ന ചെളി പുരണ്ട വൈക്കോൽ നിറഞ്ഞ ഒരു കൂടായിരുന്നു. അപ്പോൾ ആ കൂട് പോലും വെറുതെ വിടാതെ അവിടെയെല്ലാം സെർച്ച് ചെയ്തുകൊണ്ടിരുന്നു. ഹി ഈവൻ നോഡ് എന്ന് വെച്ചാൽ കരണ്ട് നോക്കുക. അറ്റ് ദ ഡ്രൈഡ് പീസ് ഓഫ് എഗ് ഷെൽ. അപ്പോൾ എന്താ, മുട്ടത്തോട് പോലും വെറുതെ വിട്ടില്ല, അതുപോലും കരണ്ട് നോക്കിയെന്നാണ് പറയുന്നത്. അപ്പോൾ ഫുഡ്, ഒരു ടൈപ്പ് ഫുഡും അവിടെ ഇല്ല എന്ന് പറയുന്നുണ്ട്. ഇറ്റ് വാസ് ലൈക്ക് ഈറ്റിംഗ് എ പാർട്ട് ഓഫ് ഹിംസെൽഫ്. അങ്ങനെ ആ ഡ്രൈഡ് പീസ് ഓഫ് എഗ് ഷെൽ കഴിക്കുന്നത്, ആ എന്താ മുട്ടത്തോട്, ഉണങ്ങിയ മുട്ടത്തോട് കഴിക്കുന്നത്, കരണ്ട് നോക്കുന്നത് എന്തിനു സമമാണ്? തൻ്റെ സ്വന്തം ശരീരത്തിന്റെ ഭാഗങ്ങൾ കഴിച്ചു തിന്നുന്നതിന് സമമാണെന്ന് പറയുന്നു. He then tottered back and forth from one end of the ledge to the other, his long grey legs stripping daintily, trying to find some means of reaching his parents without having to fly. Tottered എന്ന് വെച്ചാൽ ചെറിയ കാലടിയോടുകൂടി നടക്കുക. അപ്പോൾ എന്താ, അവനാണെങ്കിൽ അവൻ്റെ ഗ്രേ കളറ് കാല്, വളരെ നീളമുള്ള കാലുകൊണ്ട് ഡെയിലി എന്ന് വെച്ചാൽ കെയർഫുള്ളി, സൂക്ഷിച്ച് നമ്മുടെ ഈ ലെഡ്ജിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. നടക്കുന്നത് മാത്രമല്ല, അതിൻ്റെ കൂടെ ചിന്തിക്കുന്നുണ്ട്,
അവൻ്റെ പേരൻസിൻ്റെ അടുത്ത് അവൻ എത്തണം. പക്ഷെ പറക്കാതെ എങ്ങനെ എത്താം എന്നുള്ള ഒരു കാര്യം കൂടെ അവൻ ആലോചിക്കുന്നുണ്ട്. But on each side of him the ledge entered in a sheer fall of precipice. Precipice എന്ന് വെച്ചാൽ ഗർത്തം. അപ്പോൾ ഈ എവിടെ അങ്ങോട്ട് നടന്നാലും ഇങ്ങോട്ട് നടന്നാലും ലെഡ്ജിന്റെ അവസാന ഭാഗം എന്ന് പറയുന്നത് ഒരു ഗർത്തത്തിലേക്കാണ്, ഒരു കുഴിയിലേക്കാണ് പോകുന്നത്. മാത്രമല്ല വിത്ത് എ സീ ബെനീത്ത്, ഫുള്ള് താഴോട്ട് നോക്കുമ്പോഴത്തേക്ക് ഫുള്ള് കടലിങ്ങനെ നിരന്ന് കിടക്കുകയും ചെയ്യുന്നുണ്ട്. ആൻഡ് ബിറ്റ്വീൻ ഹിം ആൻഡ് ഹിസ് പേരൻസ് ദെയർ വാസ് എ ഡീപ്പ് വൈഡ് ക്രാക്ക്. ഇപ്പം എന്താ, ഞാനും എൻ്റെ പേരൻസും തമ്മിൽ ഒരു ക്രാക്ക് വ്യത്യാസം മാത്രമേ ഉള്ളൂ. ക്രാക്ക് എന്ന് വെച്ചാൽ ഒരു വിടവ്. ഇപ്പം ഞാൻ ഒരു സൈഡിലും എൻ്റെ പേരൻസ് തൊട്ട് ഓപ്പോസിറ്റ് സൈഡിലുമാണ് നിൽക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് എന്താ ഒരു വിടവ് മാത്രമാണ് ഉള്ളത്. Surely he could reach them without flying if he could only move northward along the cliff face. നോർത്ത് എന്ന് വെച്ചാൽ വടക്ക് ഭാഗം. അപ്പോൾ എന്താ തീർച്ചയായിട്ടും ഞാൻ അവരുടെ അടുത്തേക്ക് എത്തുമെന്ന് പറയുന്നുണ്ട്. But then on what could he walk? There was no ledge and he was not a fly. അപ്പോൾ എന്താ അതിനുശേഷം പറയുന്നു അവിടെ അത് കഴിഞ്ഞാൽ പിന്നെ ലെഡ്ജില്ല. അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെ നടക്കും, എനിക്ക് പറക്കാനും കഴിയില്ല. ആൻഡ് എബോവ് ഹിം ഹി കുഡ് സീ നത്തിങ്. എൻ്റെ മുകളിലോട്ട് നോക്കുമ്പോൾ എനിക്കൊന്നും തന്നെ കാണാൻ കഴിയുന്നില്ല. ദ പെർസിപ്പീസ് വാസ് ഷ്യോ ആൻഡ് ദ ടോപ്പ് ഓഫ് ഇറ്റ് വാസ് പെർഹാപ്സ് ഫർദർ എവേ ദാൻ ദ സീ ബെനീത്ത് ഹിം. ഇപ്പോൾ എന്താ എനിക്ക് ചുറ്റും എന്താ ഗർത്തം, നല്ല ക്ലിയർ ആയിട്ട് ഗർത്തം എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. മാത്രമല്ല കടൽ കാണാൻ കഴിയുന്നുണ്ട്, ആകാശവും കാണാൻ കഴിയുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. വേറെ ഒന്നും തന്നെ എനിക്ക് കാണാനോ ഒന്നും ചെയ്യാനോ കഴിയുന്നില്ല. അപ്പോൾ നമ്മുടെ സീഗലിൻ്റെ ദാരുണമായ അവസ്ഥയാണ് ഇവിടെ റൈറ്റർ വരച്ച് കാണിക്കുന്നത്. He stepped slowly out to the brink of the ledge and standing on one leg with the other leg hidden under his wing, he closed one eye then the other and pretended to be falling asleep. അങ്ങനെ അവൻ എന്താ ആ ലെഡ്ജിൻ്റെ അറ്റത്തേക്ക് നടക്കാൻ തുടങ്ങി. എങ്ങനെ നടന്നത്, ഒരു കാല് മാത്രം വെച്ചുകൊണ്ട്, മറ്റേ കാലെന്താ ചിറകിനടിയിൽ ഒളിപ്പിച്ചു വെച്ചു. മാത്രമല്ല ആദ്യം ഒരു കണ്ണടച്ചു, പിന്നീട് മറ്റേ കണ്ണും കൂടി അടച്ചു. എന്നിട്ടെന്താ pretended to be falling asleep, ഉറങ്ങുന്നത് പോലെ നടിച്ചു. Still they took no notice of him. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും അവനെ ആരും നോക്കിയത് പോലുമില്ല. He saw his true brothers and his sister lying on the plateau dozing with their heads sunk in their neck. ഡോസിംഗ് എന്ന് വെച്ചാൽ ഉറങ്ങുക എന്നാണ് അർത്ഥം. അപ്പോൾ അവൻ നോക്കിയപ്പോഴത്തേക്ക് അവൻ്റെ ബ്രദേഴ്സും സിസ്റ്ററും എല്ലാം പ്ലേറ്റിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഹിസ് ഫാദർ വാസ് പെയിനിങ് ദ ഫെദർ ഓൺ ഹിസ് വൈറ്റ് ബാക്ക്. പെയിനിങ് എന്ന് വെച്ചാൽ ക്ലീൻ ചെയ്യുക. അപ്പോൾ അച്ഛൻ എന്താ ചെയ്യുന്നത്, അച്ഛൻ്റെ ബാക്കിലുള്ള തൂവലുകൾ ക്ലീൻ ചെയ്യുന്നുണ്ട്. ഓൺലി ഹിസ് മദർ വാസ് ലുക്കിംഗ് അറ്റ് ഹിം. എന്നെ ആര് മാത്രമാണ് നോക്കുന്നത്, അമ്മ മാത്രമാണ് എന്നെ നോക്കിക്കൊണ്ട് ഇരിക്കുന്നത്. ബാക്കി എല്ലാവരും അവരവരുടേതായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. She was standing on a little high hump on a plateau. ഹൈ ഹമ്പ് എന്ന് വെച്ചാൽ വലിയ മുനമ്പ് എന്നാണ് അർത്ഥം. അപ്പോൾ അവൻ്റെ അമ്മ എവിടെ നിൽക്കുകയാണ്, ഒരു വലിയ മുനമ്പിൻ്റെ അടുത്ത് നിൽക്കുകയാണ്. Her white breast thrust forward. അവരുടെ ആ വെള്ള മാറിടം മുന്നിലേക്ക് തള്ളി നിൽക്കുന്നുണ്ട്. Now and again എന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക്. She tore at a piece of fish that lay at her feet and then scraped each side of her beak on the rock. അപ്പോൾ ആ അമ്മയുടെ കാലിൻ്റെ അടിയിൽ ഒരു ഫിഷിൻ്റെ മീനിൻ്റെ കഷ്ണം ഇരിപ്പുണ്ട്. മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് എന്താ അവർ ചുണ്ട് പാറയിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉരയ്ക്കുന്നുണ്ടായിരുന്നു. ദ സൈറ്റ് ഓഫ് ദ ഫുഡ് മാൻ ഹിം. ഈ ഒരു കാഴ്ച, ഈ ഫുഡും കൊണ്ട് നിൽക്കുന്ന അമ്മയെ കണ്ടിട്ടുള്ള ആ ഒരു സീനറി എന്ന് പറയുന്നത് നമ്മുടെ യങ് സീകളിന് ഭയങ്കരമായിട്ടും മെൻ്റലി ഷോക്കായി ഭ്രാന്ത് പിടിക്കുന്ന ഒരവസ്ഥയിലേക്ക്
മാറി ഈ ഫുഡ് കൊണ്ട് നിൽക്കുന്ന ഈ അമ്മയെ കണ്ടപ്പോൾ. ഹൗ ഹി ലവ് ടു ടയർ ഫുഡ് ദാറ്റ് വേ, സ്ക്രാപ്പിംഗ് ഹിസ് ബ്രേക്ക് നൗ ആൻഡ് എഗെയിൻ. അപ്പോൾ എന്നിട്ട് അവൻ ചിന്തിക്കുകയാണ്, ഇതുപോലെ ഈ ഫുഡ് ഇങ്ങനെ കൈപ്പിടിച്ചുകൊണ്ടിരിക്കാനും മാത്രമല്ല എൻ്റെ ചുണ്ട് ഇങ്ങനെ കല്ലിലിട്ട് ഉരയ്ക്കാനും ഒക്കെ ഞാനും ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് സ്വയമായിട്ട് പറയുകയാണ്. To wait it, he uttered a low cackle. His mother cackled too and looked at him. Ga ga ga, he cried, begging her to bring him over some food. അപ്പോൾ അവനാണെങ്കിൽ വിഷമത്തോടുകൂടി കരയാൻ തുടങ്ങി. ഇത് കേട്ട് അവൻ്റെ അമ്മയും കരയാൻ തുടങ്ങി. അവനെ നോക്കിക്കൊണ്ട് കരഞ്ഞു തുടങ്ങി. Go oh ah, she screamed back mockingly. But he kept calling plaintively, and after a minute or so he uttered a joyful scream. അങ്ങനെ അവൻ്റെ ആ വിശപ്പ് സഹിക്കാൻ വയ്യാത്ത ഒരു വേദനയുണ്ടല്ലോ, അത് കൂടിക്കൂടി വന്നു, ആ കരച്ചിൽ കൂടിക്കൂടി വന്നു. പക്ഷെ അവൻ്റെ അമ്മ കളിയാക്കുന്ന രീതിയിലാണ് തിരിച്ച് കരഞ്ഞുകൊണ്ടിരുന്നത്. പെട്ടെന്ന് തന്നെ ഒരു മിനിറ്റിന് ശേഷം അവൻ സന്തോഷത്തോടു കൂടി കരയാൻ തുടങ്ങി. അതിനെന്താ ഒരു കാരണമുണ്ട് നമുക്ക് നോക്കാം. His mother had picked up a piece of fish and was flying across to him with it. അവൻ്റെ അമ്മ ഇവൻ്റെ ഈ വിഷമം കണ്ടിട്ട് ഒരു മീനും എടുത്തുകൊണ്ട് ഇവൻ്റെ അടുത്തേക്ക് വരികയാണ്. He leaned out eagerly. അവൻ ആ ഒരു ഫിഷിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. Tapping the rock with his feet, trying to get nearer to her as she flew across. അപ്പോൾ ആ ഫിഷിന് വേണ്ടി വെയിറ്റ് ചെയ്ത് തൻ്റെ കാലൊക്കെ ആ പാറക്കെട്ടിൽ ഉറപ്പിച്ച് ആ ഫിഷിന് വേണ്ടി ആ ഫിഷിലേക്ക് നോക്കി വെയിറ്റ് ചെയ്ത് നിൽക്കുക. എന്തോ സംഭവിച്ചത്, അമ്മ തൊട്ടടുത്തെത്തിയ നിമിഷം എന്ത് സംഭവിച്ചു? ഹാങ്ങിങ് ലിപ്സ് എന്ന് വെച്ചാൽ കുഴഞ്ഞാടുക എന്നാണ് അർത്ഥം. വിങ്സ് മോഷൻലെസ്, ചിറക് പറക്കാൻ പറ്റാത്ത അവസ്ഥയായി മാറി. ദ പീസ് ഓഫ് ഫിഷ് ഇൻ ഹെർ ബീക്ക് ഓൾമോസ്റ്റ് വിത്ത് റീച്ച് ഓഫ് ഹിസ് ബീക്ക്. അമ്മയുടെ ചുണ്ടിലിരിക്കുന്ന ആ മീൻ തൻ്റെ ചുണ്ടിൻ്റെ അടുത്തേക്ക് എത്തിയില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ അവസ്ഥ. He waited a moment in surprise, wondering why she did not come nearer, and then maddened by hunger, he dived at the fish. അപ്പോൾ അവൻ അമ്മയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അമ്മ അടുത്ത് വരെ എത്തി, പക്ഷേ ഫിഷ് ഇതുവരെ കിട്ടിയിട്ടില്ല. എന്തുകൊണ്ടാണ് അമ്മ എൻ്റെ അടുത്തേക്ക് വരാത്തതെന്ന് അവൻ ചിന്തിക്കുന്നുണ്ട്. വിശപ്പിൻ്റെ വിശപ്പ് കൂടിയത് കാരണം അവൻ അമ്മയുടെ അടുത്തേക്ക് നീങ്ങാൻ ശ്രമിച്ചു. ആ ഫിഷിനെ എങ്ങനെയെങ്കിലും കഴിക്കണമെന്നായിരുന്നു അവൻ്റെ ആഗ്രഹം. വിത്ത് എ ലൗഡ് സ്ക്രീം, ഉറക്കെയുള്ള ശബ്ദത്തോടു കൂടി അലറി വിളിച്ചുകൊണ്ടാണ് അവൻ പോകുന്നത്. ഹി ഫെൽ ഔട്ട്വേർഡ് ആൻഡ് ഡൗൺവേർഡ് ഇൻ സ്പേസ്. അങ്ങനെ പോകുന്ന സമയത്ത് എന്തു പറ്റി? വെളിയിലേക്ക് താഴേക്ക് അവൻ വീണു. ഹിസ് മദർ ഹാഡ് സൂപ്ഡ് അപ്വേർഡ്. സൂപ്ഡ് എന്ന് വെച്ചാൽ തെന്നി മാറി അടുത്ത സ്ഥലത്തേക്ക് പറക്കുക. അപ്പോൾ അവൻ്റെ അമ്മ എന്തോ ചെയ്തു? നിന്ന സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് മാറി പറക്കാൻ തുടങ്ങി. ആസ് ഹി പാസ്ഡ് ബെനീത്ത് ഹെർ ഹി ഹേർഡ് ദ സ്വിഷ് ഓഫ് ഹെർ വിങ്സ്. അവൻ ആ ബെനീത്തിൽ കടന്നുകൊണ്ട് അമ്മ ഇങ്ങനെ പറക്കുന്ന സൗണ്ട്, സ്വിഷ് എന്ന് വെച്ചാൽ ചിറകടിയുടെ സൗണ്ട് കേൾക്കുകയുണ്ടായി. Then a monotonous terror seized him and his heart stood still. മോണോട്ടണസ് എന്ന് വെച്ചാൽ ഭീകരമായ, സെയ്സ് എന്ന് വെച്ചാൽ പേടി. അപ്പോൾ എന്തോ ഒരു പേടി അവൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഹി കുഡ് ഹിയർ നത്തിങ്. അതുകൊണ്ട് തന്നെ അവനൊന്നും കേൾക്കാൻ കഴിഞ്ഞിരുന്നില്ല. ബട്ട് ഇറ്റ് ഓൺലി ലാസ്റ്റഡ് എ മൊമെന്റ്. ആ ഒരു പേടി എന്ന് പറയുന്നത് ഒറ്റ നിമിഷത്തേക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദ നെക്സ്റ്റ് മൊമെന്റ്, തൊട്ടടുത്ത നിമിഷം എന്താ സംഭവിച്ചത്? ഹി ഫെൽ ഹിസ് വിങ്സ് സ്പ്രെഡ് ഔട്ട്വേർഡ്. അവൻ്റെ ചിറകെല്ലാം വിരിയാൻ തുടങ്ങി. മാത്രമല്ല ദ വിൻഡ് റഷ് അഗെയിൻസ്റ്റ് ഹിസ് ബ്രസ്റ്റ് ഫെദേഴ്സ്. വിൻഡ്, കാറ്റ് അവൻ്റെ ബ്രസ്റ്റിലും ചിറകിലും എല്ലാം തൂവലിലുമൊക്കെ തട്ടി തലോടാൻ തുടങ്ങി. ദെൻ അണ്ടർ ഹിസ് സ്റ്റൊമക്ക് ആൻഡ് അഗെയിൻസ്റ്റ് ഹിസ് വിങ്സ്. മാത്രമല്ല സ്റ്റൊമക്കിലൂടെ, വയറിലൂടെ അവൻ്റെ ചിറകിലേക്ക് ആ കാറ്റ് കടന്നുപോയി. ഹി കുഡ് ഫീൽ ദ ടിപ്സ് ഓഫ് ഹിസ് വിങ്സ് കട്ടിങ് ത്രൂ ദ എയർ. അപ്പോൾ അങ്ങനെ പോയ സമയത്ത് അവൻ എന്താ ഫീൽ ചെയ്തത്? ആ ചിറകിൻ്റെ അറ്റം കൊണ്ട് ആ
വിൻഡിനെ ബ്രേക്ക് ചെയ്യാൻ, മുറിക്കാൻ കഴിഞ്ഞു എന്നാണ് അവന് മനസ്സിലായത്. ഹി വാസ് നോട്ട് ഫോളിങ് ഹെഡ്ലോങ് നൗ. ഹെഡ്ലോങ് എന്ന് വെച്ചാൽ തലകുത്തനെ. ഇപ്പോൾ അവൻ വീണത് തലകുത്തനെയല്ല. ഹി വാസ് സോറിങ് ഗ്രാജുവലി ഡൗൺവേർഡ് ആൻഡ് ഔട്ട്വേർഡ്. സോറിങ് എന്ന് വെച്ചാൽ ഉയർന്നു പറക്കുക. അപ്പോൾ താഴേക്കും മുകളിലേക്കും എല്ലാം അവൻ പറക്കാൻ തുടങ്ങി. ഹി വാസ് നോ ലോങ്ങർ അഫ്രെയ്ഡ്. പേടിയൊന്നും ഇല്ലാതെ പറക്കാൻ കഴിയുന്നുണ്ട്. ഹി ജസ്റ്റ് ഫെൽറ്റ് എ ബിറ്റ് ഡിസി. ഒരു ചെറിയ തലകറക്കം മാത്രമേ ഇപ്പോൾ അവനുള്ളൂ. ദെൻ ഹി ഫ്ലാപ്പ് ഹിസ് വിങ്സ് വൺസ് ആൻഡ് ഹി സോർഡ് അപ്വേർഡ്. അവൻ്റെ ചിറകുകളൊക്കെ വിരിച്ചിട്ട് അവൻ കൂടുതൽ ഉയരത്തിലും താഴത്തിലുമൊക്കെ പറക്കാനായിട്ട് ആരംഭിച്ചു. He uttered a joyous scream and flapped them again. He soared higher. He raised his breast and banged against the wind. അപ്പോൾ എന്താ, ഇപ്പോൾ കരയുന്നുണ്ട്. ഒരു സന്തോഷത്തോടുള്ള കരച്ചിലാണ് ഇപ്പോൾ നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. മാത്രമല്ല അവൻ നന്നായിട്ട് പറക്കുന്നുണ്ട്. അവൻ്റെ ബ്രസ്റ്റിലേക്ക് കാറ്റൊക്കെ ഇങ്ങനെ വീശുന്നുണ്ട്. His mother saw past him, her wings making a loud noise. He answered her with another scream. അപ്പോൾ എന്താ, അവൻ്റെ അമ്മ അടുത്ത് തന്നെ നിന്ന് പറക്കുന്നുണ്ട്. പക്ഷേ അവൻ്റെ അമ്മയുടെ ഈ ചിറകടിക്കുന്ന ശബ്ദം മാത്രമേ കേൾക്കാൻ കഴിയുന്നുള്ളൂ. Then his father flew over him screaming. He saw his two brothers and sister flying around his soaring and diving. അപ്പോൾ എന്താ, അപ്പോൾ ഫുൾ ഫാമിലി അവിടെ തന്നെ ഉണ്ട്. അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് അച്ഛനെയാണ് കാണാൻ പോകുന്നത്. അച്ഛനും അവിടെ ഉണ്ട്, കരയുന്നുണ്ട്. പക്ഷെ അതെന്താ, ആനന്ദത്തോടെയുള്ള കരച്ചിലാണ്. മാത്രമല്ല അവൻ്റെ 2 ബ്രദേഴ്സിനെ കാണാൻ പറ്റുന്നുണ്ട്, സിസ്റ്റേഴ്സിനെ കാണാൻ പറ്റുന്നുണ്ട്. ഇവരെല്ലാം ഇവൻ്റെ വട്ടം ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ്. Then he completely forgot that he had not always been able to fly and commenced to dive and soar, shouting shrilly. അപ്പോൾ എന്താ, ഇപ്പം ഈ ഒരു അവസ്ഥയിൽ അവന് പറക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു ചിന്ത മറന്നുപോയി അവൻ. അപ്പോൾ ഇപ്പോൾ വളരെ ഹാപ്പിയാണ്, നന്നായിട്ട് പറക്കാൻ പറ്റുന്നുണ്ട്, ഡൈവ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അപ്പോൾ ഉയരത്തിൽ പറക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എന്താ, അവൻ്റെ ആ പറക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു ധാരണ അവിടെ തെറ്റുകയാണ് ചെയ്തത്. അതിന് കാരണം ആരാണ്? അമ്മയാണ്. അമ്മ ആ ഒരു ട്രിക്ക് ചെയ്തത് കൊണ്ടാണ് ഇപ്പോൾ അവൻ ഇവിടം വരെ എത്തി നിൽക്കുന്നത്. He was near the sea now, flying straight over it, facing out over the ocean. He saw a vast green sea beneath him with little ridges moving over it. He turned his beak sideways and crowed amusedly. അപ്പോൾ എന്താ, ഇപ്പം അവൻ കടലിൻ്റെ മുകളിലൂടെ പറക്കുകയാണ്. മാത്രമല്ല അവന് എല്ലാം നല്ല വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പം അവൻ കാണുന്ന എന്താ, ഒരു പച്ച കളറിലുള്ള സീയാണ് അവൻ കാണുന്നത്. അപ്പോൾ അതിൽ റിഡ്ജസ് എന്ന് വെച്ചാൽ ഓളങ്ങൾ, ചെറിയ ചെറിയ ഓളങ്ങളൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. അവൻ അവിടേക്ക് വളരെ വേഗത്തിൽ വളരെ സന്തോഷത്തോടു കൂടി മൂവ് ചെയ്യാൻ തുടങ്ങി. His parents and his brothers and sisters had landed on this green floor in front of him. അപ്പോൾ എന്താ, അവന് മുന്നേ തന്നെ അവൻ്റെ പേരൻസും ബ്രദേഴ്സും സിസ്റ്ററും എല്ലാം അവിടെ എത്തിയിട്ടുണ്ട്. They were beckoning to him, calling shrilly. അപ്പോൾ എന്താ, ബിക്കണിംഗ് എന്ന് വെച്ചാൽ അവനെ അങ്ങോട്ടേക്ക് വിളിക്കുക എന്നുള്ള അർത്ഥം. അപ്പം ബാക്കിയുള്ള അവൻ്റെ ഫാമിലി മെമ്പേഴ്സ് എല്ലാം അവനെ അങ്ങോട്ടേക്ക് ക്ഷണിക്കുകയായിരുന്നു. He dropped his legs to stand on the green sea. അവൻ്റെ കാലുകൾ ആ ഗ്രീൻ ആയിട്ടുള്ള കടലിലേക്ക് വെച്ചു. His legs sank into it. കാലുകൾ അതിലേക്ക് മുങ്ങി. He screamed with fright and attempted to rise again, flopping his wings. അപ്പോൾ അവൻ അവിടെ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചു തൻ്റെ ചിറകുകൾ കൊണ്ട്. But he was tired and weak with hunger and he could not rise, exhausted by the strange exercise. അപ്പോൾ ഇതൊന്നും അവന് കഴിഞ്ഞില്ല. കാരണം എന്താ, അവൻ ടോട്ടലി വീക്കായിരുന്നു. His feet sank into the greens. അപ്പോൾ എന്താ, ഇപ്പോൾ അവൻ ടയേർഡ് ആയതുകൊണ്ട് അവന് കയറാനൊന്നും സാധിച്ചില്ല. മാത്രമല്ല അവൻ്റെ കാല് കുറച്ചുകൂടി മുങ്ങിപ്പോവാനായിട്ട് തുടങ്ങി. അവൻ്റെ വയറ് ആ വെള്ളത്തിൽ മുങ്ങിക്കിടക്കാൻ തുടങ്ങി.
ഹി വാസ് ഫ്ലോട്ടിംഗ് ഓൺ ഇറ്റ്. അവൻ ആ വെള്ളത്തിൽ ഇങ്ങനെ കിടക്കുക, താന്നു പോയിട്ടില്ല, മണ്ടേ തന്നെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. And around him his family was screaming, praising him, and their beak were offering him scrap of dogfish. He had made his first flight. അപ്പോൾ എന്താ, അവൻ വെള്ളത്തിനടിയിലേക്ക് താന്നു പോയിട്ടില്ല, മണ്ടയിൽ ഇങ്ങനെ ഒഴുകി കിടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ അവൻ്റെ ഫാമിലിക്കൊക്കെ വളരെയധികം സന്തോഷത്തോടു കൂടി അവർ കരയുന്നുണ്ട്. അവനെ വാഴ്ത്തിക്കൊണ്ട് അവർ കരയുകയാണ്. ഈ ഒരു അവസ്ഥയിൽ പറക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ നിന്ന അവസ്ഥയിൽ നിന്ന് ഇപ്പോൾ അവനാണെങ്കിൽ പറന്ന് ഇവിടം വരെ എത്തി എന്നുള്ള അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. ഹി ഹാഡ് മെയ്ഡ്, മാത്രമല്ല എന്താ, അവന് വേണ്ടി ഓഫർ ചെയ്തേക്കുന്ന എന്താ, ഡോഗ് ഫിഷ്. അവരുടെ ചുണ്ടിലുള്ള ഡോഗ് ഫിഷ് അവന് കൊടുക്കാൻ വേണ്ടി അവർ കാത്തു നിൽക്കുകയാണ്. ഹി ഹാഡ് മെയ്ഡ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. അപ്പോൾ അവിടെ വെച്ച് അവർ പറയുകയാണ്, ഇതാണ് നിന്റെ ആദ്യത്തെ ഫ്ലൈറ്റ്, ആദ്യത്തെ യാത്ര എന്നുള്ള രീതിയിൽ. നേരത്തെ എന്താ പല തടസ്സങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും അതെല്ലാം മറികടന്ന് ഇപ്പോൾ അവസാനം ഈ വിജയത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഈ സ്വന്തം ഫാമിലിയുടെ കൂടെ നിൽക്കാൻ പറ്റിയ സാഹചര്യത്തിലേക്ക് അവൻ എത്തിപ്പെട്ടു. അപ്പോൾ അമ്മയാണ് കൂടുതലും ഹെൽപ്പ് ചെയ്തത്. എന്നിരുന്നാൽ കൂടിയും അവൻ എന്താ ഇപ്പോൾ ഒരു ഹാപ്പി മൊമെന്റിലാണുള്ളത്. അപ്പോൾ ഹി ഹാഡ് മെയ്ഡ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്, ഇതാണ് അവൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ്. എല്ലാവർക്കും ഈ ഒരു സ്റ്റോറി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ. താങ്ക് യു.